ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ മാത്സിൻ്റെ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് നമുക്കിന്ന് കിടക്കാം കേട്ടോ. ഇന്നോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ തീരും. അപ്പോൾ എല്ലാവരും കഴിഞ്ഞ ദിവസം വരെ പഠിപ്പിച്ച എല്ലാവരും പഠിച്ചോ? അപ്പോൾ ഇന്ന് നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്ക് കാണാവേ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, നമ്മൾ എക്സസൈസ് ക്വസ്റ്റ്യൻസ് അല്ലായിരുന്നോ ചെയ്തുകൊണ്ടിരുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡ്രോ എ സ്ക്വയർ ആൻഡ് ഡിവൈഡ് ഇറ്റ് ആസ് ഷോൺ ബിലോ. അതായത് ഇതുപോലൊരു പടം നമ്മളോട് വരയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, എന്നിട്ട് കളർ 1/8 ഓഫ് ദ സ്ക്വയർ വിത്ത് റെഡ്, 1/4 വിത്ത് ഗ്രീൻ ആൻഡ് 1/2 വിത്ത് ബ്ലൂ. അപ്പോൾ വരയ്ക്കാൻ നമുക്ക് പ്രശ്നമില്ല അല്ലേ. നമ്മൾ ആദ്യം എന്ത് വരയ്ക്കണം? ഒരു സ്ക്വയർ വരയ്ക്കണം. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ഡയഗണൽ വരയ്ക്കുക, അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ഡയഗണൽ വരയ്ക്കുക, ഇതിൽ കൂടെ ഒരു ലൈൻ വരയ്ക്കുക, ഇതിൽ കൂടെ ഒരു ലൈൻ വരയ്ക്കുക. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞേക്കുക 1/8 നമ്മൾ റെഡ് വെച്ച് കളർ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവിടെ ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6 7 8. അതിൽ 1/8 ഭാഗം എന്ത് വെച്ച് കളർ ചെയ്യണം? എന്ത് വെച്ചാൽ കളർ ചെയ്യണ്ടേ? റെഡ്. അപ്പോൾ ഈ 1/8 എന്ന് പറയുമ്പോൾ നമുക്കെന്താണ്? അതായത് ഈ 8 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം എന്ത് വെച്ച് കളർ ചെയ്താൽ മതി? റെഡ് വെച്ച് കളർ ചെയ്താൽ മതി. ഓക്കെ, അപ്പം നമുക്കത് അങ്ങനെ ഓക്കെ ആക്കാവേ. പക്ഷേ 1/4 വിത്ത് ഗ്രീൻ, അത് നമ്മളെങ്ങനെ ചെയ്യും? 1/4 എന്നാണ് ചോദിച്ചേക്കുന്നത്. അതിന് വേണ്ടിയിട്ടേ ഈ 1/4 എന്ന് പറയുന്ന എത്ര എണ്ണാണെന്നറിയാൻ 1/4 ഇൻറ്റു ചെയ്യാം. ആരായിട്ടെന്നോ? ടോട്ടൽ എത്ര എണ്ണം ഉണ്ട് ഇവിടെ? 8 എണ്ണം. അതായത് ഇൻറ്റു 8 ചെയ്താൽ മതി. അതായത് 8/4 എന്ന് പറയുന്നത് എന്താണ്? 2. അപ്പോൾ 2 എണ്ണം എന്ത് വെച്ച് കളർ ചെയ്യണം? നമുക്ക് ഗ്രീൻ വെച്ച് കളർ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഗ്രീൻ എടുക്കാം. എന്നിട്ട് ഇഷ്ടമുള്ള 2 എണ്ണം എന്ത് വെച്ച് കളർ ചെയ്യണം? ഗ്രീൻ വെച്ച് ഇങ്ങനെ കളർ അടിക്കണം. ഓക്കെ, ഓക്കെ ആണോ? ഇനി നമ്മളോട് എന്താ പറഞ്ഞേക്കുന്നത്? 1/2 വിത്ത് ബ്ലൂ. അപ്പോൾ 1/2 ഏതാണെന്ന് അറിയാൻ എന്ത് ചെയ്യണം? 1/2 ഇൻറ്റു ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്? 8 എണ്ണം. അതായത് 8/2 എന്ന് പറയുന്നത് എത്രയാണ്? 8/2 4. അപ്പോൾ 4 എണ്ണം എന്ത് വെച്ച് കളർ ചെയ്യണം? ബ്ലൂ വെച്ച് കളർ ചെയ്യണം. നമുക്ക് ബ്ലൂ എടുക്കാം. 4 എണ്ണം ബ്ലൂ വെച്ച് കളർ ചെയ്യുവാണേ. മൂന്നെണ്ണായി, 4 എണ്ണായി. 4 എണ്ണം നമ്മൾ ബ്ലൂ വെച്ച് കളർ ചെയ്തൂലേ. അപ്പോൾ നമ്മൾ അത്രയും കാര്യം കഴിഞ്ഞു. തീർന്നില്ല, ഇനിയും ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കുവാണേ. ഇവിടെ ഈസ് ദർ എനി പാർട്ട് ലെഫ്റ്റ് അൺകളേർഡ്? ഏതെങ്കിലും ഒരു പാർട്ട് കളർ അടിക്കാണ്ട് കിടക്കണ്ടോന്ന്? കളർ അടിക്കാണ്ട് കിടക്കണ്ടോ? ഉണ്ടല്ലേ. ഈ പാർട്ട് എന്താണ്? കളർ അടിക്കാണ്ട് കിടക്കുക. അപ്പോൾ എന്തെഴുതാം? Yes, one part is uncolored. ഓക്കെ, ഇനി അടുത്തത് വാട്ട് പാർട്ട് ഓഫ് ദ ഹോൾ സ്ക്വയർ ഈസ് ഇറ്റ്? അതായത് ഈ കളർ അടിക്കാത്തത് നമ്മുടെ ഹോൾ സ്ക്വയറിൻ്റെ എത്ര പാർട്ടാണെന്നാണ് ചോദിച്ചേക്കുന്നത്. എത്ര പാർട്ടാണ്? 1 out of 8 part is uncolored. Okay, ഇനി റൈറ്റ് ഇറ്റ് ആസ് എ ഫ്രാക്ഷൻ. ഫ്രാക്ഷൻ ആയിട്ട്, അതായത് ഈ കളർ അടിക്കാത്തതിൻ്റെ ഫ്രാക്ഷൻ എന്താണ്? കളർ അടിക്കാത്ത എത്ര എണ്ണം ഉണ്ട്? 1 ബൈ ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്? 8. അപ്പോൾ 1/8 ആണ് എന്ത് ആൻസർ വരുന്നത്. ഓക്കെ ആണോ? ഇനി ഇവിടെ നോക്കണേ. ഇവിടെ പറഞ്ഞേ, ഈ കളർ അടിച്ചത് അത് ഫ്രാക്ഷനാക്കി പറഞ്ഞേ. എന്താണ്? എസ്, 1/4. കളർ അടിച്ചതിൻ്റെ ഫ്രാക്ഷനാണ് ചോദിച്ചത്. അപ്പോൾ കളർ അടിച്ചത് എത്ര എണ്ണം ഉണ്ട്? 1. ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്? 1 2 3 4. 1/4. അങ്ങനെയാണെങ്കിൽ ഇവിടെയോ
കളർ അടിച്ചതിൻ്റെ ഫ്രാക്ഷനാണ് ചോദിച്ചേക്കുന്നത് 1 ബൈ ടോട്ടൽ എത്ര എണ്ണം ഉണ്ട് 1 തന്നെ 1/1. ഓക്കെ, അപ്പോൾ ഇതും കൂടി മൊത്തം കളർ അടിച്ചത് എത്ര ഭാഗമാണെന്ന് വെച്ചാൽ ഇതൊന്ന് ചെയ്തോ 1/4. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? ഒരെണ്ണം കൂടി കാണിച്ചു തരാവേ. ഇതെന്താണ് 1/1 എന്ന് വെച്ചാൽ 1. ഇതോ 1/3, 3 ഭാഗത്തിൽ ഒരു ഭാഗം. ടോട്ടൽ ഫ്രാക്ഷൻ എന്താണ് കളർ അടിച്ചത് 1/3. ഓക്കെ ആണോ? ഇനി നമ്മുടെ ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എക്സസൈസ്. എല്ലാവരും കറക്റ്റായിട്ട് പറയണേ. എന്നിട്ട് എത്ര മാർക്ക് കിട്ടിയത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. ഇപ്പോൾ 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 4ൽ എത്ര നിങ്ങൾ ശരിയായിട്ട് പറഞ്ഞു എന്നുള്ള എന്തായാലും പറയണേ. ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇൻ ഈച്ച് ഓഫ് ദ പിക്ചേഴ്സ് ബിലോ ഫൈൻഡ് ഹൗ മച്ച് ഈസ് കളേർഡ് ആൻഡ് റൈറ്റ് ഇറ്റ് ആസ് എ ഫ്രാക്ഷൻ ഇൻ ദ ബോക്സ് ഓൺ ദ റൈറ്റ്. നമ്മളോട് ഫ്രാക്ഷൻ ആണ് ചോദിച്ചേക്കുന്നത് കളർ അടിച്ചതിൻ്റെ. അപ്പോൾ ഇതെന്താണ്? ഇത് 1/4, ടോട്ടൽ 1/4. എല്ലാവരും വിചാരിച്ചതാണോ? ഇനി അടുത്തതൊന്ന് എല്ലാവരും ഒന്ന് പറഞ്ഞേ, എന്നിട്ട് ഞാൻ പറയാവേ. എല്ലാവരും പറഞ്ഞോ? ഇത് 1/3. അപ്പോൾ ടോട്ടൽ 1/3. ഇനി അടുത്തത് ഇത് 1, ഇത് 1, ഇത് 1/4. അതായത് 1 + 1 2, 2 1/4. ഇതോ 1 1 1. അതായത് 3. ഇതോ ടോട്ടൽ 6 എണ്ണത്തിൽ ഒരെണ്ണ കളർ അടിച്ചോളൂ. സോ 3 1/6. ഓക്കെ ആണോ? അത്രേ ഉള്ളൂ. ഈ ചാപ്റ്റർ എല്ലാവർക്കും ഇഷ്ടമായോ? അപ്പോൾ ഈ ചാപ്റ്റർ വരെ എല്ലാവരും പഠിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ സ്കൂളിൽ ഫിനിഷ് ആയോ? അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. പിന്നെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ദിവസം പുതിയ ചാപ്റ്റർ തുടങ്ങാം. ഓക്കെ, നിങ്ങൾക്ക് സമയം നോക്കാനൊക്കെ ഇഷ്ടമാണോ? അതിനെപ്പറ്റിയുള്ള ചാപ്റ്ററാണ്. അപ്പോഴേക്ക് ഇത്രയും നിങ്ങൾ നോട്ടൊക്കെ പഠിച്ച് നിങ്ങൾ നോട്ടൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ താങ്ക് യു.